ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കമ്പർ വെച്ചിട്ടൊരു ജ്യൂസാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 കുക്കമ്പറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് പുതിനയിലയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും പിന്നെ ഒരു ചെറുനാരങ്ങയുമാണ് കേട്ടോ വേണ്ടത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഭയങ്കര ചൂടൊക്കെ ആണല്ലോ, അപ്പം നമുക്ക് ഈ ചൂടത്ത് കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ജ്യൂസാണ്. പിന്നെ നോമ്പ് തുറക്കായാലും അടിപൊളിയാണ് കേട്ടോ. അപ്പം ഞാൻ ഈ കുക്കമ്പറിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയുന്നുണ്ട്. കുക്കമ്പറിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ടാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുക്കമ്പർ നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പുതിന ഇലയാണ്. ഞാനിവിടെ ഒരു 6 പുതിന ഇലയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു ഹാഫ് ലെമണാണ് എടുത്തിരിക്കുന്നത്. കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കത് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഷുഗർ ആഡ് ചെയ്യാം. ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ കുറച്ച് തണുത്ത വെള്ളം അതിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ നുള്ളു ഉപ്പാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കുക്കമ്പർ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പ വെച്ചിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ കുറച്ച് കസ്കസ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ നമുക്ക് ചേർക്കാം. അങ്ങനെ നമ്മുടെ ഗ്ലാസ്സിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ കസ്കസ് ഞാൻ ചേർത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ജ്യൂസ് ഉണ്ടല്ലോ അത് ഈ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു ജ്യൂസാണ്. അങ്ങനെ നമ്മുടെ കുക്കമ്പർ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഓക്കെ, ബൈ. താങ്ക് യു ഓൾ.